വിജയുടെ നമസ്കാരം. നമസ്കാരം. വിജയുടെ പശ്ചിമ ബംഗാളിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് 152 മണ്ഡലങ്ങളിൽ കഴിഞ്ഞു. ഇവിടെ സംഘർഷങ്ങൾ ഉണ്ടായി. വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ താരതമ്യേന കഴിഞ്ഞ തവണത്തെ പോലുള്ള സംഘർഷങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 152 മണ്ഡലങ്ങളിൽ വലിയ പോളിംഗ്, 92% പോളിംഗ് ആണ് നടന്നത്. നമുക്കറിയാം. ഇനി അടുത്ത ഘട്ടം നടക്കാൻ പോകുന്നത് 142 സീറ്റിലാണ്. BJPക്ക് ഒരു 65 മുതൽ 70 സീറ്റ് വരെ പിടിച്ചാൽ മാത്രമേ ബംഗാളിൽ അവിടെ ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വ്യക്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇവിടെ BJPക്ക് ശക്തമായിട്ടുള്ള ഒരു വേരോട്ടം ഇല്ല. ഈ വേരോട്ടം എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് ഒരു എന്താ പറയുക, ഈ സീറ്റ് പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 152 മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് ടഫാണ് എന്നാണ് പറയുന്നത്. കാരണം മമതാ ബാനർജിയുടെ മണ്ഡലം ഉൾപ്പെടെയുള്ള ഭവാനിപൂർ ഉൾപ്പെടെയുള്ള 58 സെൻസിറ്റീവ് മണ്ഡലങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. പോരാത്തതിന് സംഘർഷം വളരെയധികം രൂക്ഷമാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞ ഒരു പ്രസ്താവന ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അതായത് ബംഗാളിൽ ആക്രമണം ഉണ്ടായാൽ ഗുണ്ടകളെ തലകീഴായി കെട്ടിത്തൂക്കും എന്നാണ് അമിത്ഷാ പറഞ്ഞത്. ഇങ്ങനെയൊന്നും അമിത്ഷാ എന്റെ അറിവിൽ വലിയ രീതിയിൽ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ തലകീഴായി കെട്ടിത്തൂക്കുമെന്നൊരു യോഗി ആദിത്യനാഥ് മോഡലാണ് അമിത്ഷാ പറഞ്ഞത്. അപ്പൊ അമിത്ഷാ ശക്തമായിട്ടുള്ള താക്കീതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് BJPയുടെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ ഈ TMC ഗുണ്ടകൾ അടിച്ചോടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷെ കേരളത്തിലെത്തിയപ്പോൾ അത് പ്രവർത്തകർ എന്നുള്ളത് ഉപരി അവിടെയുള്ള ജനങ്ങളായി നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. ഇപ്പോ ഈ ബംഗാളിൽ ഇപ്പൊ തന്നെ സംഘർഷം തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു കോൺഗ്രസ് സപ്പോർട്ടർ, കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ഡെബ്ദീപ് ചാറ്റർജി അസാൻസോൾ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവിടെ മരണപ്പെട്ടിട്ടുണ്ട്, അടിച്ചു കൊന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വരുന്നു. അപ്പോൾ അടുത്ത ബംഗാളിലെ ഈ 142 സീറ്റുകളിലുള്ള ഒരു നിർണായകമായിട്ടുള്ള BJPയുടെ മത്സരം അതിനെ അതായത് ആ ഒരു 142 മണ്ഡലങ്ങളിലേക്കുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണോ ഈ TMCയുടെ ഗുണ്ടകളും അവിടെയുള്ള മതമൗലികവാദികളും നടത്തുന്നത്? ഇതിനെ എങ്ങനെയായിരിക്കും നേരിടാനായിട്ട് പോകുന്നത് ആഭ്യന്തര മന്ത്രാലയം? വെസ്റ്റ് ബംഗാളില് 2 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യത്തെ ഘട്ടം എന്ന് വെച്ചാൽ 152 സീറ്റിലേക്ക്, രണ്ടാമത്തെ 142 സീറ്റിലേക്ക്. 152 സീറ്റ് എന്ന് പറയുമ്പോഴത്തേനും വളരെ സമാധാനപൂർവ്വമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എന്താണെന്ന് തുടക്കത്തിൽ പറഞ്ഞത് തന്നെ ശരിയാണ്. കാരണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ അക്രമ സംഭവങ്ങൾ ചെറുതായിട്ട് നടന്നുവെങ്കിൽ പോലും മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 2021 കൊച്ചു ബിഹാർ, അതായത് 1ാം ഘട്ടത്തിൽ ഉള്ളതാണ് കൊച്ചു ബിഹാറൊക്കെ. കൊച്ചു ബിഹാറിൽ അന്ന് 3 പേര് പോലീസുകാർക്ക് തന്നെ വെടിവെച്ച് കൊല്ലേണ്ടി വന്ന ഒരു സന്ദർഭമുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നത് 2021 നമ്മുടെ ശ്രീമാൻ V മുരളീധരൻ മന്ത്രിയായിരുന്നു അദ്ദേഹം അവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം തന്നെ ആക്രമണ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഏതായാലും അതൊന്നും ഉണ്ടായില്ല, സമാധാനപൂർവ്വമായിട്ട് ഇലക്ഷൻ നടന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു SIRയുടെ ഫലമായിട്ടാണ് ഈ ശതമാനം കൂടിയെന്ന് പറഞ്ഞു. SIR മാത്രമല്ല, നമ്മുടെ സൈനികർ അവിടെ ചെന്ന് ഗ്രാമങ്ങളിൽ ചെന്ന് ജനങ്ങൾക്ക് ധൈര്യം പകർന്നു. നിങ്ങൾ വോട്ട് ചെയ്യാൻ വരണം, നിങ്ങൾ വോട്ട് ചെയ്യണം, നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല, ഞങ്ങൾ ഉണ്ടാകും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഞങ്ങൾ ഇവിടെ ഉണ്ടാകും, ഇവിടെ സമാധാനം ഉണ്ടാക്കിയിട്ട് പോകുമെന്ന് പറയുക മാത്രമല്ല പല ഗ്രാമങ്ങളിലും സൈന്യം ടെന്റ് അടിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം കൂടെ വന്നപ്പോൾ ജനങ്ങൾക്ക് ധൈര്യമായി വോട്ട് ചെയ്യാൻ പോകാനായിട്ട്. അങ്ങനെയാണ് ഈ സ്ത്രീ വോട്ടർമാർ വലിയ രീതിയിൽ വന്നത്. അങ്ങനെ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. അവിടെ BJPക്ക് വലിയ പ്രതീക്ഷയുണ്ട്. 152 അവർ പ്രതീക്ഷിക്കുന്ന 80 തൊട്ട് 100 സീറ്റ് വരെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ 100 സീറ്റ് കിട്ടിയാൽ അവർക്ക് ഭരിക്കാൻ കഴിയില്ല. കാരണം 148 സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വെസ്റ്റ് ബംഗാൾ ഭരിക്കാൻ കഴിയൂ. അപ്പോഴാണ് ഈ 2ാം ഘട്ടം നിർണായകമാകുന്നത്. 2ാം ഘട്ടം എന്ന് പറയുമ്പോൾ മമതയുടെ സ്ട്രോങ് ഏരിയയാണ്. ഈ 2ാം ഘട്ടത്തിലെ 142-ൽ 2021 മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് 124 സീറ്റ് നേടി. ആകെ BJPക്ക് കിട്ടിയത് 18 സീറ്റ് മാത്രമാണ്. അപ്പോൾ ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോഴും ഈ ശതമാനം തന്നെയായിരുന്നു BJPക്ക് കിട്ടിയത്. അവിടെയാണ് BJP 50 സീറ്റ് വേണമെന്നുള്ളൊരു രീതിയിൽ പ്രവർത്തനം നടത്തുന്നത്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, BJPയുടെ വലിയ പ്രചരണമില്ലാത്ത 55 മണ്ഡലങ്ങൾ ഇവിടെ ഉണ്ട്. 55 മണ്ഡലങ്ങൾ ഇവിടെയുണ്ട്. സെൻസിറ്റീവായ 55 മണ്ഡലങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് 142 55 പോകുമ്പോൾ എത്രയായി ധനുഷ്? ഏതാണ്ട് ഒരു 10-80 സീറ്റിനടുത്തേ ഉള്ളൂ. 90 കൂട്ടിക്കോ, 90 സീറ്റിലാണ് BJPയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ നിൽക്കുന്നത്. ഇതിനകത്ത് നമുക്ക് നോക്കാം എവിടൊക്കെയാണ് സീറ്റ് എന്ന് നമുക്ക് നോക്കാം. കൊൽക്കത്ത മമതയുടെ സ്ട്രോങ് ഏരിയയാണ്, 11 സീറ്റിലാണ് മത്സരം. നോർത്ത് 24 ഫർഗാന 33 സീറ്റ്, മുസ്ലിം ഭൂരിപക്ഷ മേഖലകളുണ്ട്, മറ്റുവാ സമുദായമുണ്ട്, അങ്ങനെയുള്ള ഒരു ഇടമാണത്. സൗത്ത് ഫർഗാനയിലേക്ക് വരുമ്പോഴും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. 31 സീറ്റ് ഉണ്ട്. ഹൗറ 16 സീറ്റ്, ഹൂഗ്ലി 18 സീറ്റ്, ഈ പറയുന്ന നാദിയയില് 17 സീറ്റ്, ഈ കിഴക്കൻ വെസ്റ്റ് ബംഗാളിന്റെ കിഴക്കൻ പ്രദേശമായ ബർദ്വാനിൽ 16 സീറ്റ്. ഇത്രയും സീറ്റുകൾ ചേർന്നാണ്. ഇവിടെ BJPക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഹോൾഡ്, അതായത് 2021 മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഹോൾഡ് കാണിക്കുന്നത് ഹൗറയിലും ഹൂഗ്ലിയിലുമാണ്. കൽക്കത്തയിൽ പോലും അവർക്ക് വലിയ രീതിയിൽ മുന്നേറാൻ പറ്റിയിട്ടില്ല. ഇവിടെ BJP പുതിയതായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം ഈ പറയുന്ന നാദിയയാണ്. നാദിയയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളുമായി നമ്മുടെ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ്. ഇതിന് തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിലെ ഇലക്ഷൻ നടന്നപ്പം ജമാഅത്ത് ഇസ്ലാമിയാണ് ജയിച്ചത്. ഈ അതിർത്തി ബോർഡറിലുള്ള എല്ലായിടത്തും ജമാഅത്ത് ഇസ്ലാമിക്കാണ് ജയിച്ചത്. ഈ നാദിയ
പച്ചയടിച്ച് കിടക്കുകയാണ്. അപ്പൊ ഈ നാദിയ എന്ന് പറയുന്ന സ്ഥലത്ത് കുടിയേറ്റക്കാർ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അവിടെയാണ് നരേന്ദ്രമോദി ആദ്യമായിട്ടാണ് അവിടെ പ്രചരണത്തിന് പോകുന്നത്. അദ്ദേഹം അവിടെ പറഞ്ഞത് കുടിയേറ്റക്കാരുടെ പ്രശ്നം, ഇവരെ നമുക്ക് ഒഴിവാക്കിയേ പറ്റൂ. അതായത് റോഹിംഗ്യകളടക്കം വലിയ രീതിയിലുള്ള കുടിയേറ്റക്കാര് തമ്പടിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നാദിയ. അതായത് മമത പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് മെമ്പർഷിപ്പ്, ഈ കുടിയേറ്റത്തിന് പെർമനന്റ് ഇത് കൊടുക്കുന്നതും ഈ നാദിയയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു വലിയ ക്യാമ്പയിൻ BJP നടത്തിയിട്ടുണ്ട്. അപ്പൊ നാദിയയിൽ നിന്ന് ഇപ്രാവശ്യം സീറ്റുകൾ, അവിടെ നിന്ന് സീറ്റുകളൊന്നും ഉണ്ടായിരുന്ന സ്ഥലമല്ല BJPക്ക്, അവിടെ സീറ്റുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ മത്സരം, ഏറ്റവും കടുത്ത മത്സരം നടക്കുന്ന ഭവാനിപ്പൂരിലാണ് ഈ മമതയും BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അധികാരിയും തമ്മിൽ മത്സരിക്കുന്നത്, സുവേന്ദു അധികാരി തമ്മിൽ മത്സരിക്കുന്നത്. നമുക്കറിയാം നന്ദിഗ്രാം, കഴിഞ്ഞ 2021 നന്ദിഗ്രാമിൽ ഈ രണ്ടു കൂട്ടരും കൂടെ ഏറ്റുമുട്ടി. സുവേന്ദു അധികാരി ജയിച്ചു, മമത തോറ്റു. ആ നന്ദിഗ്രാമം ഈ ഘട്ടത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സുവേന്ദു അധികാരിയുടെ ഒരു റാലി കടന്നുപോയി. മമത പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അടുത്ത് 100 മീറ്റർ അപ്പുറത്തോടെയാണ് ഈ റാലി പോകുന്നത്. പെട്ടെന്ന് തന്നെ മമത വയലന്റ് ആയി. മമത പറഞ്ഞു, അവരുടെ ഈ മൈക്കിന്റെ സൗണ്ട് കൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, ഞാൻ ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ് ഇവർ ഇറങ്ങി അങ്ങ് പോയി വേദിയിൽ. തുടർന്ന് ഈ തൃണമൂലിന്റെ പ്രവർത്തകരെല്ലാം കൂടി BJPയുടെ നേർക്ക് റാലിയായി, അടിയായി, പിടിയായി എല്ലാമായി. ഇനി ഏറ്റവും വലിയ രസം, എന്തുകൊണ്ടാണ് മമതയ്ക്ക് ഈ 142 മണ്ഡലങ്ങൾ ഇപ്പോൾ ഇത്ര ടെൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, സൈന്യം വലിയ രീതിയിലുണ്ട്, അതുകൊണ്ട് ഗുണ്ടാപ്പണി വലിയ രീതിയിൽ നടക്കില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അസദുദ്ദീൻ ഓവൈസിയുടെ പാർട്ടി മത്സരിക്കുന്നുണ്ട് ഈ മുസ്ലിം പ്രദേശങ്ങളിലെല്ലാം തന്നെ. രണ്ടാമത്തെ കാര്യം, ഹുമയൂണിന്റെ പാർട്ടി, മറ്റേ ബംഗാളിൽ ബാബറി മസ്ജിദ് നിർമ്മിക്കുമെന്നൊക്കെ പറഞ്ഞ ഹുമയൂണിന്റെ പാർട്ടി മത്സരിക്കുന്നുണ്ട്. പിന്നെ ഈ സൈന്യം വന്നത് കൊണ്ട് തന്നെ ചത്തുകിടന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നൊരു കോൺഗ്രസിന് പ്രവർത്തകനെ അവർക്ക് കൊല്ലേണ്ടി വന്നത്, തൃണമൂൽക്കാർ കൊന്നതും ഒക്കെ അങ്ങനെയാണ്. ഇനി മലയാള മാധ്യമങ്ങളിൽ വരുമ്പോൾ ആൾക്കൂട്ടം കൊന്നു എന്ന് പറഞ്ഞ് വരുമോന്ന് അറിയത്തില്ല, തൃണമൂലിന്റെ ഗുണ്ടകളാണ് അടിച്ചു കൊന്നത്. അപ്പൊ ഇത്തവണ മമതയെ സംബന്ധിച്ച് ഇത് പിടിച്ചെടുക്കുക എന്നുള്ളത് നിർണായകമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ SIR വോട്ട് വെട്ടിപ്പോയ ഇടം കൂടിയാണ് ഈ നടക്കുന്ന 142 മണ്ഡലങ്ങൾ. ഇവിടെ ഈ വോട്ട് വെട്ടിപ്പോയെന്ന് പറയുമ്പോൾ പലരും തെറ്റായ ഒരു പ്രചരണം നടത്തുന്നുണ്ട്, അതെല്ലാം മുസ്ലിങ്ങളുടെ വോട്ടാണ് വെട്ടിപ്പോയത്. അല്ല, ഏതാണ്ട് ഒരു 50-55% ഹിന്ദുക്കളുടെ വോട്ട് തന്നെ വെട്ടിപ്പോയത്. ഈ പറയുന്ന മത്വ എന്ന് പറയുന്ന ഈ സമുദായത്തിന്റെ വോട്ടാണ് കൂടുതലും പോയത്. അപ്പൊ ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ മത്വ സമുദായത്തെ SIR നിന്ന് ഒഴിവാക്കിയെന്ന് വെച്ചാൽ, അവരുടെ കയ്യിൽ ഒരു രേഖയുമില്ല. അവർ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഷെഡ്യൂൾ ട്രൈബ്സ് ആണ്. അവരുടെ കയ്യിൽ രേഖയുള്ളവർക്കെല്ലാം BJP സിറ്റിസൺഷിപ്പ് കൊടുക്കുകയും ചെയ്തു. ഇവർക്ക് ഒരു രേഖയും ഹാജരാക്കാനില്ല ഇവരുടെ കയ്യിൽ. ഇവരെ മമത എല്ലാ കാലം വോട്ട് ബാങ്കായി നിലനിർത്തിയിരിക്കുകയാണ്. ഇവരൊരു വലിയ വിഭാഗം പോയി. അത് മമതയുടെ വോട്ട് ബാങ്കാണ്, അത് മറ്റൊരു കാര്യം, പോയിട്ടുണ്ട്. അപ്പൊ ഇനി ഇവർക്ക് ഈ സിറ്റിസൺഷിപ്പ് കിട്ടിയ മധുവാകൾ BJPക്ക് വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അറിയാൻ കഴിയുള്ളൂ. ഏതായാലും ഇപ്പോൾ അവിടുന്ന് വരുന്ന ട്രെൻഡ് ഹിന്ദുക്കൾ ഒന്നിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് പ്രതീക്ഷ ഉള്ള ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ, അവർക്ക് നേരത്തെ തന്നെ അവർക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. ഹവറയും ഹൂഗ്ലിയും കഴിഞ്ഞിട്ട് അവർ ഈ നാദിയയിൽ അവർ 3-4 സീറ്റൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫർഗാനയിലും അവർക്ക് സീറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നവർ. പിന്നെ ഏറ്റവും പ്രധാനം, ഈ കിഴക്കൻ വെസ്റ്റ് ബംഗാളിലുള്ള ബർദ്വാനിൽ 16 സീറ്റുണ്ട്, അവിടെ നിന്നും കുറച്ച് സീറ്റ്. അങ്ങനെ എല്ലാം കൂടി ഒരു 30-35 സീറ്റ് കിട്ടിയാൽ പോലും BJPക്ക് ഭരിക്കാൻ കഴിയും. കാരണം അത് അവർ എവിടെ നിന്നെങ്കിലും ഒക്കെ ചാടിച്ചുകൊണ്ട് വരും ആൾക്കാരെ പറ്റും. പക്ഷേ ഈ 50 സീറ്റ് ടാർഗറ്റ് ചെയ്തിട്ടാണ് അവിടെ കടുത്ത പ്രചരണമാണ്. കടുത്ത പ്രചരണം എന്ന് മാത്രമല്ല, ഇത്തവണ വെസ്റ്റ് ബംഗാളിൽ അവർ ചെയ്ത മറ്റൊരു കാര്യം, അടിക്ക് തിരിച്ചടി കൊടുക്കാനുള്ള ഒരു സംവിധാനം അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ മുൻകാലങ്ങളിലൊക്കെ അടി മേടിച്ചുകൊണ്ട് പോവുകയാണ് BJPക്കാർ ചെയ്തത്. കാരണം ഈ ബംഗാളിൽ ഒരു ഗുണ്ടാ രാഷ്ട്രീയമാണ്, പൊളിറ്റിക്സിന് അപ്പുറത്ത് ഗുണ്ടായസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ ഇവർ അടി കിട്ടിക്കഴിഞ്ഞാൽ അപ്പത്തിന് തിരിച്ചു കൊടുക്കുക, അത് അവിടുത്തെ ഒരു രീതിയാണ്. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ. പണ്ട് നമ്മുടെ കേരളത്തിലും ബീഹാറിലും ഒക്കെ ഇത് കണ്ടിട്ടുള്ള കാഴ്ചയാണ്. പക്ഷെ ഇപ്പൊ അത് ബംഗാളി മാത്രമേ ഉള്ളൂ. അത്രത്തോളം അവർ വളർന്നിട്ടില്ല, അത് തന്നെ അതിന്റെ കാര്യം. അവർ അടിക്ക് തിരിച്ചടി കൊടുക്കുന്ന ഒരു ഫോഴ്സിനെ കൂടെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 ടൈപ്പിലാണ് അവരുടെ പോകുന്നത്. ഒന്ന് പ്രചരണത്തിന് വേണ്ടി പോകുന്ന ഒരു വിഭാഗം, മറ്റൊന്ന് ഇത് കണക്ക് ഈ പ്രാദേശിക ബൂത്ത് തലത്തിൽ പോലും സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അടിക്ക് തിരിച്ചടി കൊടുക്കാൻ തക്ക പ്രാപ്തി. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പൊരിഞ്ഞടിയായിരിക്കും, അത് വേറെ സംശയമൊന്നുമില്ല. റിസൾട്ട് വരുമ്പോൾ തന്നെ അടി തുടങ്ങും. അവിടെ എത്ര പേര് മരിക്കുമെന്ന് മാത്രം ഇനി കണ്ടാൽ മതി. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നാളത്തെ ഈ 29 തെരഞ്ഞെടുപ്പ് അവർ സംഘർഷം ഉണ്ടാക്കുക തന്നെ ചെയ്യും. കാരണം മമതയെ സംബന്ധിച്ച് SIR വന്നു, അവരുടെ പ്രധാനപ്പെട്ട ഈ മത്വ സമുദായം അടക്കമുള്ളവരുടെ, ഇല്ലെങ്കിൽ ഈ കുടിയേറ്റക്കാരുടെ വോട്ട് സഹിതം കുറച്ച് വെട്ടിപ്പോയിട്ടുണ്ട്. അതൊരു വിഷയം. അതിനേക്കാൾ അവർക്ക് തലവേദന ഉണ്ടാക്കുന്നത് ഈ അസദുദ്ദീൻ ഓവൈസിയുടെ പാർട്ടി, ഹുമയൂണിന്റെ പാർട്ടി, പിന്നെ CPM, കോൺഗ്രസ്, ഇവരെല്ലാം മത്സരിക്കുന്നുണ്ട്. അതൊക്കെ വോട്ട് ചോർത്തിക്കഴിഞ്ഞാൽ, ഒരു 1000-2000 വോട്ട് ചോർത്തിക്കഴിഞ്ഞാൽ പോലും മമതയ്ക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ തവണത്തെ 124 സീറ്റ് നിലനിർത്താൻ പാടുപെടും. അതൊരു വലിയ ടെൻഷനുണ്ട്. അതിനിടയിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ, വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളത്. അതായത് 29-ാം തീയതി രാവിലെ വോട്ടെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ ബോംബെറിയുക, പെട്രോൾ ബോംബും ക്രൂഡ് ബോംബും ഒക്കെ ഇവരുടെ കയ്യിലുണ്ട്. ബോംബെറിയുക, വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുക, കത്തിക്കുത്ത് നടത്തുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ജനങ്ങൾ പേടിച്ചിട്ട് വോട്ട് ചെയ്യാൻ വരത്തില്ല. അതായിരിക്കാം ഇനി ഇവർ ചെയ്യാൻ പോകുന്ന അറ്റകൈ പ്രയോഗം. പക്ഷെ ഇത്തവണ അതും നടക്കുമോ എന്നറിയില്ല. കാരണം CRPF-നെ അടക്കം വലിയ സൈന്യത്തെ കൊണ്ടാണ് വിട്ടിരിക്കുന്നത്. അതായത് 2-2.5 ലക്ഷം പേരാണ് സൈന്യത്തിലുള്ളത്. അത്രയും പേര് അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. അതും അവരുടെ വലിയ വണ്ടിയും മറ്റുമൊക്കെ കൊണ്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. അവരുടെ ടാങ്ക് ടൈപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അവിടെ എത്രത്തോളം അത് നടക്കുമെന്ന് അറിയില്ല, എങ്കിലും നടക്കും.
പഴയതുപോലെ നടക്കില്ലെങ്കിൽ പോലും നടക്കും. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ വേറെ മാർഗമില്ല. അപ്പൊ ഈ 142 സ്ഥലത്ത് 50 സീറ്റ് എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യമെങ്കിൽ മമതയുടെ ലക്ഷ്യം പഴയതുപോലെ 124 സീറ്റോ 130 സീറ്റോ. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് മമത പിടിച്ചെങ്കിൽ മാത്രമേ ഒന്നാം ഘട്ടത്തിൽ മമതയ്ക്ക് സീറ്റ് കുറഞ്ഞാലും ഭരിക്കാൻ കഴിയൂ. BJP സംബന്ധിച്ച് ഒന്നാം ഘട്ടത്തിൽ അവർക്ക് വലിയ ലീഡ് എടുക്കാൻ പറ്റും. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ സീറ്റ് കുറയും. ഇവിടെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട്. ഒന്ന് സന്ദേശ് ഗാലിയാണ്. സ്ത്രീകളെ കൂട്ടത്തോടെ ബലാത്സംഗം ചെയ്ത് ലോകത്ത് മുഴുവൻ വാർത്തയായി മാറിയ സന്ദേശ് ഗാലി. ആ സന്ദേശ് ഗാലിയില് അവരൊരു സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥി ആരാന്ന് വെച്ചാൽ ഈ പീഡന വിവരം പുറത്തെത്തിക്കുകയും അതിനുവേണ്ടി സമരം ചെയ്ത് രേഖാ പത്ര എന്ന് പറഞ്ഞൊരു ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീക്കാണ് ഇത്തവണ ഇവര് MLA ഇത് ടിക്കറ്റ് കൊടുത്തിരിക്കുന്നത് BJP. അവരാണ് അവിടെ മത്സരിക്കുന്നത്. രണ്ടാമത്തെ ഒരു മണ്ഡലം നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം അത് വാർത്ത ചെയ്തിരുന്നു. ഈ RJ കറിൽ കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടറുടെ അമ്മ രത്ന ദേബ്നാഥ്, അവര് പാനിപ്പാത് എന്ന് പറയുന്ന സ്ഥലത്ത് മത്സരിക്കുന്നുണ്ട്. അതും ഈ രണ്ടാം ഘട്ടത്തിലാണ്. അപ്പൊ ഈ രണ്ടുപേരെ നിർത്തിയതിലൂടെ BJP ലക്ഷ്യം വെക്കുന്നത് ഈ സ്ഥാനാർത്ഥികളെ നിർത്തിയതിലൂടെ തന്നെ ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായി ഈ രത്നാജി നടന്നു പോകുമ്പോഴത്തേനും ചോദിക്കുമല്ലോ ഇത് ഈ സ്ഥാനാർത്ഥി ആരാണ്. അപ്പൊ പറയാൻ കഴിയുമല്ലോ RJ കറിൽ കൊല്ലപ്പെട്ട ആ ഡോക്ടറുടെ അമ്മയാണെന്ന്. ഈ രേഖാപത്രയെ തിരിച്ചറിയാത്ത ആരും കാണില്ല. രേഖാപത്ര ആരാന്ന് ചോദിക്കുമ്പോൾ പറയാം സന്ദേശ് ഗാലിയിലെ കുട്ടബലാത്സംഗത്തെ പുറത്തെത്തിക്കുക, അതിനുവേണ്ടി സമരം ചെയ്ത്. അപ്പൊ കൃത്യമായി തന്നെ ആസൂത്രണമാണ് നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു 5 or 6 റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് പങ്കെടുത്ത ഒരു ഇടം കൂടിയാണ് ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ. അത് മാത്രവുമല്ല, അമിത്ഷാ കൃത്യമായി തന്നെ ഈ മേഖലയ്ക്ക് വേണ്ടി മാത്രം അദ്ദേഹം ഒരാഴ്ച തമ്പടിച്ചാണ് പ്രവർത്തിച്ചത് അവിടെ. അദ്ദേഹം 15 ദിവസം ഇതിന് മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട് വെസ്റ്റ് ബംഗാൾ. അത് ന്യൂസ് ഇന്ത്യ മലയാളം നമ്മുടെ ഈ ചാനലല്ല, മറ്റേ ചാനലിൽ നമ്മൾ വിശദമായിട്ട് അതിന്റെ ടൈം ലൈൻ അടക്കം നമ്മൾ വിശദമായ വാർത്ത, ഒരുപാട് പേര് കണ്ട ഒരു വാർത്തയായിരുന്നു. അമിത്ഷാ എന്തൊക്കെ കാര്യങ്ങളാണ് BJPക്കകത്തുള്ള ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ തീർത്തു, ബൂത്തുകൾ അവിടെ സെറ്റാക്കി അതിനെ ക്രോഡീകരിച്ചെടുത്തു. നല്ല കൃത്യമായി 15 ദിവസം രാപകൽ, അത് അദ്ദേഹം രാത്രിയിൽ വന്ന് ഇറങ്ങുന്നത് മുതൽ ന്യൂസ് ഇന്ത്യ മലയാളം അന്ന് കൊടുത്തത് അതിന്റെ ടൈം വെച്ചിട്ടാണ് കൊടുത്തത്. പുലർച്ചെ 4 മണിക്ക് എന്താണ് സംഭവിച്ചത്, 5 മണിക്ക് എന്താണ് സംഭവിച്ചത്, അങ്ങനെ ടൈം ലൈൻ വെച്ചിട്ടാണ് ഓരോ ദിവസത്തെ വാർത്ത നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരാഴ്ച, ഇന്നലെ അദ്ദേഹം സഹികെട്ടൊരു കാര്യം പറഞ്ഞു, ഈ ഗുണ്ടാരാജിനെതിരെ നിങ്ങൾ ഈ പണി കൊണ്ട് വന്നാൽ നിങ്ങളെയൊക്കെ കെട്ടിത്തൂക്കുമെന്നാണ് പറഞ്ഞത്, ഗുണ്ടകളെല്ലാം കൂടെ. കാരണം അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നു. കാരണം ഞാൻ അമിത്ഷാ നമ്മൾ അങ്ങനെ വയലന്റ് ആയിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹം അങ്ങനെ വാവിട്ട ഡയലോഗ് ഒന്നും അങ്ങനെ അടിക്കാറൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് പോലും കൺട്രോൾ പോയെന്നേ. അതിനും മാത്രം ഈ തെമ്മാടിത്തരമാണ് അവിടെ കാണിക്കുന്നത്, ഗുണ്ടായുസമാണ്. കാരണം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ എന്തായാലും വലിയ രീതിയിൽ ബൂത്ത് പിടുത്തം നടക്കത്തില്ല. കാരണം സൈന്യത്തിന്റെ വലിയ സാന്നിധ്യമുള്ളതുകൊണ്ട് ബൂത്ത് പിടുത്തം നടക്കത്തില്ല. പിന്നെ ഈ ബൂത്തിന്റെ ഫ്രണ്ടിൽ കിടന്നിട്ടുള്ള ഒരു അഭ്യാസം ഉണ്ടല്ലോ, ഈ ബോംബർ ചെയ്യുക, ആളുകളെ ഭയപ്പെടുത്തുക, അതും നടക്കാൻ സാധ്യത കുറവാണ്. പിന്നെ ഈ ഉൾപ്രദേശങ്ങളിൽ അവിടെ മുമ്പ് അവർ ചെയ്തുകൊണ്ടിരുന്ന പണി വെച്ചാൽ ഈ തലേ ദിവസങ്ങൾ മറ്റുമൊക്കെ കയറിയിട്ട് ഹിന്ദു ഭൂരിപക്ഷം മേഖലയിലും BJP വോട്ട് കിട്ടുന്ന മേഖലയിലും ഒക്കെ ഇതിന്റെ ഗുണ്ടകൾ ചെല്ലുക. അവർ പറയും നിങ്ങൾ ഇവിടുന്ന് ഇവിടെ ഇറങ്ങരുത്, പുറത്തിറങ്ങരുത്, വോട്ടെടുപ്പ് കഴിയുന്നവരെ, ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് കത്തിക്കും, കൊന്നു കളയും എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് 2021 വലിയ കലാപം നടക്കുക, 1.25 ലക്ഷം ഹിന്ദുക്കൾ അവിടുന്ന് പലായനം ചെയ്ത് ആസാമിൽ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ എന്തായാലും അതൊന്നും നടക്കില്ല. കാരണം അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ സൈന്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സൈന്യം പറഞ്ഞ് നിങ്ങൾ ആരും ചെയ്തത്, നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സൈന്യത്തിന്റെ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ BJPയുടെ പ്രവർത്തകരും ഞാൻ പറഞ്ഞില്ലേ അടിക്കടി അവരും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ മമതയുടെ ഈ ഭവാനിപ്പൂരിൽ മമതയുടെ റാലിയുടെ അടുത്തൂടെ ഈ റാലി പോയി, സുവേന്ദുവിന്റെ റാലി പോയി. അതിനുശേഷം കാണുന്ന പൊരിഞ്ഞ തല്ലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് നടക്കുക. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്ന സമയം മമത അധികാരത്തിൽ വന്നല്ലോ, മമതയുടെ അടി വൺ സൈഡ് അടിയായിരുന്നത്. മമത അടിക്കുന്നു, സഖാക്കൾ അടി കൊണ്ടുകൊണ്ട് ഓടുന്നു. ഇതായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, അടിക്കടി കൊടുക്കാൻ 2 കൂട്ടരും റെഡിയായിട്ട് നിൽക്കുന്നു. ഇങ്ങോട്ട് കിട്ടുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു. 2021 വരെ ഇതല്ലായിരുന്നു സ്ഥിതി. 2021 BJPക്കാർ ഓടി നടന്ന് അടിമേടിക്കുകയായിരുന്നു, വഴിയെ കൂടെ പോകുന്ന അടിമേടിക്കുകയായിരുന്നു. പക്ഷെ അത് തിരിച്ചു കൊടുക്കുന്ന നിലയിലേക്കായി. കഴിഞ്ഞ ദിവസം ഒരു BJPയുടെ സ്ഥാനാർത്ഥി ആക്രമിച്ചെന്ന് വലിയ ആഘോഷമായിരുന്നല്ലോ കേരളത്തിൽ. ആ മണ്ഡലം ധനുഷിന് അറിയാവോ? BJPക്ക് അവിടെ കടന്നു ചെല്ലാൻ പോലും പറ്റാത്തൊരു മണ്ഡലമാണ്. അങ്ങനത്തെ ഒരു മണ്ഡലമാണ്. അവിടെ വലിയ വോട്ട് ലഭിക്കുന്ന ഒരു മണ്ഡലമൊന്നും അല്ല BJPക്ക് അവിടെ. ഞാൻ പറഞ്ഞില്ല 55 മണ്ഡലങ്ങൾ, സെൻസിറ്റീവ് മണ്ഡലങ്ങളുണ്ട്. BJP അവിടെ കാര്യമായ പ്രചരണം നടത്തുന്നില്ല. ഈ 142 55 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാല് പക്ക ഈ ന്യൂനപക്ഷ, ഒപ്പം തന്നെ മമതയുടെ സ്ട്രോങ് ഗുണ്ട ഏരിയകളാണത്. കാരണം അവിടെ BJPക്ക് വോട്ടില്ല, വളരെ കുറച്ച് വോട്ടേ ഉള്ളൂ. ഇനി ഒരുപക്ഷെ അവർക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഈ 55 മണ്ഡലങ്ങളൊക്കെ മാറുമായിരിക്കും. ഏതായാലും വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് രണ്ടാം ഘട്ടം നിർണായകമാണ്, 2 കൂട്ടർക്ക് നിർണായകമാണ്. ഈ നിർണായകം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിലല്ല നമ്മൾ അതിനെ കാണേണ്ടത്. അത് സംഘർഷഭരിതമാകും ബംഗാൾ എന്നുള്ളതാണ്. ഈ അടുത്ത ഘട്ടം സംഘർഷഭരിതമാകും. രാവിലെ മുതൽ തന്നെ പണി തുടങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു കണ്ടന്റ്.